നമസ്കാരം. വയനാടിന്റെ ദുരന്തമുഖത്ത് എവിടെ നോക്കിയാലും മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണാം. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുന്ന മന്ത്രിമാരെ പോലൊന്നുമല്ല മുഹമ്മദ് റിയാസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് ചെയ്, ഇത് ചെയ്, ഇങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ എങ്ങനെയുള്ള ഒരു മന്ത്രിയെയാണ് നമ്മൾ ഈ ദുരന്തമുഖത്ത് കാണുന്നത്? മുണ്ടു മടക്കി കുത്തി ചതുപ്പിലേക്കിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മന്ത്രിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാകണം, മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഒരു ലീഡർ ആയിരിക്കണം, ബോസ് ആവരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് കാണിച്ചു തരികയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ആദ്യം ചെയ്ത് കാണിച്ചു തരികയാണ് മറ്റുള്ള പ്രവർത്തകർക്ക് പ്രചോദനമാകാൻ വേണ്ടി. സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനെ കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. Jadi kita tuh kepala. Jagar cepke menpan cepke ini mana? Ini gaड़ी को मर जाए ना आपका नाम क्या है? कार्तिक। अच्छे हो ना कार्तिक? कार्तिक राजा मिश्रा। മിസ്റ്റർ മുഹമ്മദ് റിയാസ്, നിങ്ങളിൽ നിന്ന് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ മന്ത്രിമാർ, ഈ സർക്കാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും അദ്ദേഹം ദുരന്തമുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അപ്പപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ്, വളരെ വൈകാരികമായിട്ടുള്ള പോസ്റ്റ്, അത് ഞാനൊന്ന് വായിക്കാം. രക്ഷാപ്രവർത്തന സ്ഥലത്ത് നിന്നും രാത്രി വൈകിയാണ് ആശുപത്രിയിലെത്തിയത്. 100-ലധികം പേരാണ് ആശുപത്രിയിലുള്ളത്. ശരീരത്തിലെ പരിക്കുകളേക്കാൾ അവരോരോരുത്തരെയും വേദനിപ്പിക്കുന്നത് ഉറ്റവരുടെ വിയോഗമാണ്. രാത്രി അത്താഴം കഴിച്ച് വ്യത്യസ്ത മുറികളിൽ കിടന്നുറങ്ങിയവർക്ക് തൊട്ടടുത്ത മുറിയിലെ കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെടുന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞ അയൽവക്കത്തെ ആളുകൾ ഇപ്പോൾ എവിടെയെന്നറിയാതെ വിങ്ങുന്നു. ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് ആശുപത്രികളിൽ കാണാൻ കഴിയുന്നത്. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ അതാത് സമയം തന്നെ ഏകോപനത്തോടെ ഇടപെട്ട് ചെയ്തു വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് നോക്കൂ, ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഒരു മന്ത്രിസഭ പ്രവർത്തിക്കുന്നതെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ അദ്ദേഹമൊക്കെ ഏകോപിപ്പിക്കുന്നതെന്ന്. മാത്രവുമല്ല, ആശുപത്രിയിലെത്തി നഷ്ടപ്പെട്ടവരെയൊക്കെ അദ്ദേഹം പല രീതിയിൽ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് മന്ത്രിമാരെ പോലെ AC റൂമിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഫോണിൽ വിളിച്ച് ഒക്കെ അങ്ങ് ഏകോപിപ്പിച്ചാൽ മതി. പക്ഷേ ഇവിടെ എന്താണ് കാണുന്നത്? അവിടെ ഉണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിമാർ. കരുത്തായി, തണലായി, അങ്ങനെ നിലയുറച്ച് തന്നെ നിൽക്കുകയാണ്. പാതിരാത്രിയും ഇന്നലെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തണം എന്നാണ് ഈ സർക്കാർ പറയുന്നത്. അല്ലാതെ കർണാടക സർക്കാരൊക്കെ പറഞ്ഞതുപോലെ രാത്രിയായി ഇനി വെട്ടവും വെളിച്ചമൊന്നുമില്ല, രക്ഷാപ്രവർത്തനം ഇനിയിപ്പോൾ നാളെ ആവാം എന്നൊന്നുമല്ല. അവസാന ആളെ രക്ഷപ്പെടുത്തുന്നത് വരെയും രക്ഷാപ്രവർത്തനം നടത്തണം. ആ സമയം വരെയും ഞങ്ങളിവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തുന്ന മന്ത്രിമാരെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം ഈ നിമിഷത്തിൽ നമ്മുടെ മന്ത്രിമാരെടുക്കുന്ന പല തീരുമാനങ്ങളും എത്രത്തോളം സ്വാഗതാർഹമാണ്.
എന്തുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയൊക്കെ മാധ്യമങ്ങൾ വേട്ടയാടിയതെന്ന് ഇപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണും. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് അന്നേ മുതൽ ഞാൻ പറയാറുള്ളതാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഇത്തരം മന്ത്രിമാർ, ഇത്തരം പൊതുപ്രവർത്തകർ, ഇത്തരം രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് രാഷ്ട്രീയ പ്രതികൂലികൾ ഭയക്കുന്നത്. അവർ ഇങ്ങനെ രാഷ്ട്രീയ സേവനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് നിന്ന് അവർ ഒരിക്കലും പറിച്ചു നീക്കാൻ കഴിയുകയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് എന്തൊക്കെ രീതിയിലുള്ള വ്യാജ ആരോപണങ്ങളാണ് ഈ മന്ത്രിക്കെതിരെ നിങ്ങൾ ഉന്നയിച്ചത്. സത്യത്തിൽ നിങ്ങൾ വളരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തി ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലെ ഈ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മന്ത്രിയെയാണ്. അദ്ദേഹം ആ സമയത്തും ചേർത്ത് നിന്നു. എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മന്ത്രിമാർ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വലിയ അഭിമാനമാണ്. ഇത്തരത്തിലുള്ള മുഹമ്മദ് റിയാസുമാരുണ്ടാകട്ടെ. ഇത്തരം മുഹമ്മദ് റിയാസുമാർ വളർന്നു വരുന്ന രാഷ്ട്രീയം പഠിക്കുന്ന, രാഷ്ട്രീയം ഒരു വിഷയമായി എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ വലിയൊരു മാതൃകയാകട്ടെ, വലിയൊരു പാഠമായി മാറട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.